എപ്പിസോഡ് 1 ബാല്യവും സ്വപ്നവും. വിഷയം യൂസഫ് അലൈഹിസ്സലാം. പ്രധാന ഉറവിടം ഖുർആൻ സൂറത്ത് യൂസഫ്. ഒരു ചെറിയ കുട്ടി, അവന്റെ ഹൃദയം നിർമ്മലമാണ്. പക്ഷേ ആ കുട്ടിയുടെ സ്വപ്നം നൂറ്റാണ്ടുകൾക്കിപ്പുറം വരെ പറയപ്പെടുന്ന ഒരു ചരിത്രമായി മാറുമെന്ന് അവൻ അറിഞ്ഞില്ല. ഇതൊരു സാധാരണ കുട്ടിയുടെ കഥയല്ല, ഇതൊരു പ്രവാചകന്റെ ബാല്യമാണ്. ഇത് അസൂയയും ക്ഷമയും വിശ്വാസവും ചേർന്നൊരു ദൈവീക പദ്ധതിയുടെ തുടക്കമാണ്. യൂസഫ് അലൈഹിസ്സലാം ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലല്ല. അദ്ദേഹത്തിന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം, പിതാമഹൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, മഹാപിതാമഹൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇത് പ്രവാചകത്വത്തിന്റെ വംശപരമ്പരയാണ്. ഈ വീട്ടിൽ കുട്ടികളെ പഠിപ്പിച്ചതെന്ത്? തൗഹീദ്, ഏകദൈവ വിശ്വാസം, സബർ, ക്ഷമ, തവക്കുൽ, ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസം. യാക്കൂബ് അലൈഹിസ്സലാം ഒരു പിതാവ് മാത്രമല്ല, ഒരു പ്രവാചകൻ കൂടിയായിരുന്നു. അദ്ദേഹം കുട്ടികളുടെ ഹൃദയം ശ്രദ്ധിച്ച പിതാവായിരുന്നു. ഒരു ശാന്തമായ രാത്രി, ചെറിയ യൂസഫ് ഉറങ്ങുന്നു. ആ രാത്രിയിൽ അവൻ കണ്ടത് സാധാരണ സ്വപ്നമല്ല. രാവിലെ അവൻ പിതാവിനോട് ഓടിയെത്തി പറഞ്ഞു, പിതാവേ, ഞാൻ സ്വപ്നത്തിൽ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്നെ സാഷ്ടാംഗം ചെയ്യുന്നത് കണ്ടു. ഇത് ഖുർആനിൽ നേരിട്ട് പറയുന്ന വാക്കുകളാണ്. ഒരു കുട്ടിയുടെ സ്വപ്നം, പക്ഷേ ഒരു പ്രവാചകന്റെ ഭാവിയുടെ സൂചനയായിരുന്നു. യാക്കൂബ് അലൈഹിസ്സലാം കേട്ടപ്പോൾ ഉടൻ മനസ്സിലാക്കി, ഇത് സാധാരണ സ്വപ്നമല്ല. പ്രവാചകർക്ക് സ്വപ്നങ്ങൾ വെളിപാടിന്റെ ഭാഗമാണ്. 11 നക്ഷത്രം, 11 സഹോദരന്മാർ, സൂര്യൻ പിതാവ്, ചന്ദ്രൻ മാതാവ്. അവരെല്ലാം ഒരു ദിവസം യൂസഫിനെ ആദരിക്കും. പക്ഷേ യാക്കൂബ് അലൈഹിസ്സലാം ഉടൻ പറഞ്ഞു, മകനെ, ഈ സ്വപ്നം സഹോദരന്മാരോട് പറയരുത്. എന്തുകൊണ്ട്? കാരണം അസൂയ മനുഷ്യന്റെ ഹൃദയം കറുപ്പിക്കും. യൂസഫിന് 11 സഹോദരന്മാരുണ്ടായിരുന്നു. അവർക്ക് എന്തു തോന്നി? പിതാവ് യൂസഫിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ഇത് മനുഷ്യഹൃദയത്തിന്റെ ഒരു ദൗർബല്യം. അവർ തെറ്റായ നിഗമനത്തിലെത്തി. നമ്മളാണ് ശക്തരും പ്രായമുള്ളവരും. പിന്നെ പിതാവ് സ്നേഹം ഈ കുട്ടിക്ക് എന്തിനു കൊടുക്കുന്നു? അസൂയ, അഹങ്കാരം, ഗൂഢാലോചന. ഇത് മനുഷ്യ ചരിത്രത്തിലെ ആദ്യ അസൂയയുടെ ആവർത്തനമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ കണ്ടതുപോലെ. അസൂയ അതൊരു തീയാണ്. മറ്റൊരാളെ കത്തിക്കാൻ തുടങ്ങിയെങ്കിലും അവസാനം കത്തുന്നത് സ്വന്തം ഹൃദയമാണ്. ഒരു ചെറിയ കുട്ടിയുടെ സ്വപ്നം ഇപ്പോൾ ചിലരുടെ ഹൃദയത്തിൽ വിഷമായി മാറുകയാണ്. യൂസഫ് അലൈഹിസ്സലാം പിതാവിന് പ്രിയങ്കരനായിരുന്നു. അദ്ദേഹത്തിന്റെ നന്മയും നിർമ്മലതയും യാക്കൂബ് അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ സഹോദരന്മാർ അത് വ്യത്യസ്തമായി കണ്ടു. അവർ തമ്മിൽ പറഞ്ഞു, യൂസഫും അവന്റെ സഹോദരനും ബെന്യാമീനും പിതാവിന് കൂടുതൽ പ്രിയങ്കരരാണ്. നാം ഒരു ശക്തമായ സംഘമല്ലേ? നമ്മുടെ പിതാവ് വ്യക്തമായ തെറ്റിലാണ്. ഇവിടെ ഒരു വലിയ പാഠമുണ്ട്. അസൂയ ന്യായബോധത്തെ വളച്ചൊടിക്കും. അവരിൽ ഒരാൾ പറഞ്ഞു, യൂസഫിനെ കൊന്നുകളയാം. മറ്റൊരാൾ കുറച്ചു മൃദുവായി പറഞ്ഞു, അല്ല, അവനെ ഒരു കിണറ്റിൽ തള്ളിവിടാം. ഏതെങ്കിലും ഖലീഫ അവനെ എടുത്തുകൊണ്ടുപോകും. ഇത് പാപത്തിന്റെ ഒരു ഘട്ടമാണ്. ആദ്യം ചിന്ത, പിന്നെ ചർച്ച, അവസാനം പദ്ധതി. അവർ യാക്കൂബ് അലൈഹിസ്സലാമിയുടെ അടുത്തേക്ക് പോയി. പിതാവേ, നാളെ യൂസഫിനെ ഞങ്ങളോടൊപ്പം കളിക്കാൻ അയക്കൂ. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ ഹൃദയം ശാന്തമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവനെ കൊണ്ടുപോയാൽ ഞാൻ ദുഃഖിക്കും. ഒരു ചെന്നായ അവനെ തിന്നുമോ എന്ന ഭയം എനിക്കുണ്ട്. ശ്രദ്ധിക്കുക, അച്ഛന്റെ വായിൽ നിന്നും വന്ന ആ വാക്ക് തന്നെ പിന്നീടവർ ഉപയോഗിച്ചു. അവർ യൂസഫിനെ കൂട്ടിക്കൊണ്ടുപോയി. ചെറിയ കുട്ടി തന്റെ സഹോദരന്മാരോടൊപ്പം സന്തോഷത്തോടെ നടന്നു. അവൻ അറിഞ്ഞില്ല ഇതവന്റെ ജീവിതം പൂർണ്ണമായും മാറ്റുമെന്ന്. അവൻ ഒരിടത്തെത്തി. പെട്ടെന്ന് അവനെ പിടിച്ച് ഒരു ആഴമുള്ള കിണറ്റിൽ തള്ളിവിട്ടു. ചിന്തിക്കൂ, ഇരുട്ട്, വെള്ളത്തിന്റെ ശബ്ദം, ഏകാന്തത, ഭയം. പക്ഷേ ആ നിമിഷം തന്നെ അല്ലാഹുവിന്റെ വാഗ്ദാനം. ഈ ഒരു ദിവസം ഇവർ ചെയ്തതിനെക്കുറിച്ച് അവനോട് പറയും. ഇതൊരു വലിയ ആത്മീയ സന്ദേശം. മനുഷ്യൻ നമ്മെ ഉപേക്ഷിച്ചാലും അല്ലാഹു ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവർ വീട്ടിലേക്ക് മടങ്ങി. യൂസഫിന്റെ ഷർട്ടിൽ വ്യാജരക്തം പുരട്ടി. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഞങ്ങൾ ഓടിക്കളയുമ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾക്കരികിൽ വിട്ടു. ചെന്നായ അവനെ തിന്നുപോയി. യാക്കൂബ് അലൈഹിസ്സലാം ഷർക്ക് നോക്കി. ഷർട്ട് പിളർന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചു. എനിക്ക് സബർ മാത്രമാണ്. ഇത് സബ്രുൽ ജമീൽ, സൗന്ദര്യമുള്ള ക്ഷമ. അതേസമയം ഒരു ഖലീഫ അവിടേക്കെത്തി. അവർ വെള്ളമെടുക്കാൻ കിണറ്റിൽ കയറിറക്കി. അവർ കണ്ടത് ഒരു കുട്ടി. അവർ പറഞ്ഞു, സന്തോഷം, ഒരു കുട്ടിയെ കണ്ടെത്തി. അവർ അവനെ രഹസ്യമായി എടുത്തു. അവനെ വിൽക്കാൻ തീരുമാനിച്ചു. ചരിത്രം മാറ്റാൻ പോകുന്നു. അവന്റെ ജീവിതത്തിലെ ഈ വഴിത്തിരിവ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുകയാണ്. തുടർന്ന് എന്താണ് സംഭവിക്കുക എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടോ?
അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. നിങ്ങൾക്ക് ഈ കഥയുടെ തുടർച്ച വേണമെങ്കിൽ തീർച്ചയായും യെസ് കമന്റ് ചെയ്യൂ. മാഷാ അല്ലാ, ഇനി നമുക്ക് സീരീസിന്റെ 2ാം അധ്യായത്തിലേക്ക് കടക്കാം. ഖലീഫ കിണറ്റിൽ നിന്നും യൂസഫിനെ പുറത്തെടുത്തു. അവർ അവനെ മറച്ചുവെച്ചു. അവനൊരു സാധാരണ കുട്ടിയല്ലെന്ന് അറിയാതെ. അവരുടെ ലക്ഷ്യം അവനെ അടിമ വിപണിയിൽ വിറ്റ് ലാഭം നേടുക എന്നതായിരുന്നു. ഒരു പ്രവാചകന്റെ ജീവിതം ഇപ്പോൾ ഒരു വ്യാപാര വസ്തുവായി മാറുകയാണ്. യൂസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അടിമ വിപണിയിൽ ചിലർ ദിർഹം വിലയ്ക്ക് അവനെ വിറ്റു. ഖുർആൻ പ്രത്യേകം പറയുന്നു, അവനൊരു കുറഞ്ഞ വിലയ്ക്ക് വിറ്റു. പക്ഷേ ഇവിടെ ഒരു വലിയ ആത്മീയ സന്ദേശം. മനുഷ്യർ വില കുറച്ചു, പക്ഷേ അല്ലാഹു അവനെ വലിയ ഉയരങ്ങളിലേക്ക് ഉയർത്താൻ ഏർപ്പെടുത്തുകയായിരുന്നു. യൂസഫിനെ വാങ്ങിയത് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ. തഫ്സീറുകളിൽ അസീസ് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഇവനെ മാന്യമായി വളർത്തുക. ഒരു ദിവസം നമുക്ക് ഉപകാരപ്പെടാം, അല്ലെങ്കിൽ അവനെ മകനായി സ്വീകരിക്കാം. ശ്രദ്ധിക്കുക, കിണറ്റിൽ തള്ളപ്പെട്ട കുട്ടി ഇപ്പോൾ രാജധാനിയിലെ വീട്ടിൽ. ഇത് മനുഷ്യന്റെ പദ്ധതിയല്ല, ദൈവിക ഒരുക്കമാണ്. കൊട്ടാരത്തിൽ യൂസഫ് അലൈഹിസ്സലാം ബുദ്ധിമാനായി വളർന്നു, ജ്ഞാനത്തോടെ വളർന്നു, വിശ്വാസത്തിൽ ഉറച്ചു. അവൻ പ്രായപൂർത്തിയായപ്പോൾ നാം അവന് ജ്ഞാനവും അറിവും നൽകി എന്ന് ഖുർആനിൽ പറയപ്പെടുന്നു. ഇത് പ്രവാചകത്വത്തിന്റെ ഒരു ഘട്ടം. യൂസഫ് അലൈഹിസ്സലാം അസാധാരണ സൗന്ദര്യമുള്ളവരായിരുന്നു. അദ്ദേഹത്തിന്റെ രൂപം ഈജിപ്തിലെ സ്ത്രീകൾക്കിടയിൽ സംസാര വിഷയമായി. പക്ഷേ സൗന്ദര്യം ചിലപ്പോൾ അനുഗ്രഹമല്ല, അതൊരു പരീക്ഷണമായി മാറാറുണ്ട്. ഒരു ദിവസം അസീസിന്റെ ഭാര്യ വാതിലുകൾ അടച്ചു. അവൾ യൂസഫിനെ തെറ്റിലേക്ക് ക്ഷണിച്ചു. ഇതൊരു ശക്തമായ പരീക്ഷണമായിരുന്നു. അധികാരമുള്ള സ്ത്രീ അടച്ച വാതിലുകൾ, ആരും കാണാത്ത സാഹചര്യം. പക്ഷേ യൂസഫ് പറഞ്ഞു, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. ഇത് വെറുമൊരു വാക്കല്ല, ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. അദ്ദേഹം ഓടി വാതിലിലേക്ക്, അവൾ പിന്നാലെ. അവന്റെ ഷർട്ട് പിന്നിൽ നിന്നും കീറപ്പെട്ടു. അവിടെ വാതിൽ തുറന്നു, ഭർത്താവ് മുന്നിൽ. അവൾ ഉടൻ കുറ്റം തിരിച്ചു. ഇവൻ തെറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒരു സാക്ഷി പറഞ്ഞു, ഷർട്ട് മുൻവശം കീറിയെങ്കിൽ യൂസഫ് തെറ്റ്, പിന്നിൽ കീറിയാൽ അവൾ തെറ്റ്. ഷർട്ട് പിന്നിൽ കീറിയിരുന്നു. സത്യം തെളിഞ്ഞു. നഗരത്തിലെ സ്ത്രീകൾ ഇത് കേട്ടു. അവൾ അവളെ പരിഹസിച്ചു. ഈ അപമാനം സഹിക്കാൻ വയ്യാതെ അസീസിന്റെ ഭാര്യ കളിയാക്കിയ സ്ത്രീകൾക്കെല്ലാം ഒരു വിരുന്നൊരുക്കി. സ്ത്രീകൾക്ക് പഴവും കത്തിയും നൽകി. എന്നിട്ട് യൂസഫിനെ അകത്തേക്ക് വിളിച്ചു. അവർ യൂസഫിനെ കണ്ടതും ആശ്ചര്യത്തിൽ കൈ മുറിഞ്ഞുപോയി. അവർ പറഞ്ഞു, ഇവൻ മനുഷ്യനല്ല, ഒരു മഹത്തായ മാലാഖയാണ്. എന്നാൽ ഇതിനെല്ലാം ശേഷവും അസീസിന്റെ ഭാര്യ യൂസഫ് നബിക്ക് വീണ്ടും ഭീഷണി മുഴക്കി. അവന്റെ ഇഷ്ടം പാലിച്ചില്ലെങ്കിൽ ജയിലിലാക്കുമെന്ന്. യൂസഫ് ദുആ ചെയ്തു, റബ്ബി, ഇവർ വിളിക്കുന്ന കാര്യത്തേക്കാൾ ജയിലിലാണ് എനിക്കിഷ്ടം. അവസാനം അദ്ദേഹം ജയിലിലായി, കുറ്റമില്ലാതെ. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. മാഷാ അല്ലാ, ഇനി നമുക്ക് കഥയുടെ ഏറ്റവും ആഴമുള്ള ഘട്ടത്തിലേക്ക് കടക്കാം. കുറ്റമില്ലാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടു, പക്ഷേ അവന്റെ ഹൃദയം അടച്ചുപൂട്ടപ്പെട്ടില്ല. ഇരുണ്ട ചുമരുകൾക്കുള്ളിൽ പോലും ദൈവിക പ്രകാശം തെളിയുകയായിരുന്നു. ജയിലിലെ ആദ്യ ദിനങ്ങൾ. യൂസുഫ് നബി ജയിലിൽ എത്തുമ്പോൾ അപമാനം, ഏകാന്തത, അനീതിയുടെ വേദന. എന്നാൽ ശ്രദ്ധിക്കുക, അദ്ദേഹം പരാതി പറഞ്ഞില്ല. അദ്ദേഹം ദൈവത്തെ മറന്നില്ല. ജയിലിൽ അദ്ദേഹത്തിനൊരു ശിക്ഷയല്ല, ഒരു ദൗത്യമായിരുന്നു. ജയിലിൽ 2 യുവാക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ മീനി പിഴിയുന്നതായി കണ്ടു. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ തലയിൽ അല്പം വഹിക്കുന്നതായി കണ്ടു. പക്ഷികൾ അത് തിന്നുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ നല്ലവനാണെന്ന് കാണുന്നു. ഞങ്ങൾക്കിതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാമോ? യൂസുഫ് ഉടൻ സ്വപ്നം വ്യാഖ്യാനിച്ചില്ല. ആദ്യം അദ്ദേഹം തൗഹീദിന്റെ സന്ദേശം പറഞ്ഞു. ഒരുപാട് ദൈവങ്ങളോട് അല്ലെങ്കിൽ ഒരേ ഒരു ശക്തനായ അല്ലാഹുവോ? ഇതൊരു വലിയ പാഠം. സാഹചര്യം എന്തായാലും പ്രവാചകന്റെ ദൗത്യം നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, വീഞ്ഞു പിഴിയുന്നവൻ രാജാവിന് അടുത്തതായി മടങ്ങും. അപ്പം വഹിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. അദ്ദേഹം ഒരാളെ ഓർമ്മിപ്പിച്ചു, രാജാവിന്റെ അടുത്ത് എന്നെ ഓർക്കുക, നിങ്ങൾ രാജാവിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ. പക്ഷേ ആ മനുഷ്യൻ പുറത്തിറങ്ങിയിട്ട് യൂസുഫ് നബിയെ മറന്നുപോയി. വർഷങ്ങളും കടന്നുപോയി. ജയിലിൽ വാസം നീണ്ടു. ഇതൊരു നിർണായക പാഠം. ദൈവത്തിന്റെ പദ്ധതി മനുഷ്യന്റെ സമയക്രമത്തിൽ നടക്കില്ല. അള്ളാഹു തയ്യാറാക്കുമ്പോൾ അവസരം വൈകിയതായി തോന്നാം, പക്ഷേ അത് കൃത്യസമയമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് ഒരു സ്വപ്നം കണ്ടു. 7 കൊഴുത്ത പശുക്കൾ, 7 ക്ഷീണിച്ച പശുക്കൾ, 7 പച്ചക്കതിരുകൾ, 7 ഉണങ്ങിയ കതിരുകൾ.
ഇത് കണ്ടു ഭയന്ന രാജാവ് അരമനയിലെ പണ്ഡിതന്മാരെ വിളിച്ചു. അവർ പറഞ്ഞു, ഇത് കലർന്ന സ്വപ്നമാണ്. അപ്പോൾ ജയിലിൽ നിന്നും മോചിതനായ ആ മനുഷ്യൻ ഓർമ്മിച്ചു, ജയിലിലെ ഇതുപോലെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞു. രാജാവ് ഉടനെ യൂസുഫിനെ വിളിച്ചു. അദ്ദേഹം സ്വപ്നം വിശദമായി വ്യാഖ്യാനിച്ചു. 7 വർഷം സമൃദ്ധി, 7 വർഷം കടുത്ത ക്ഷാമം. അദ്ദേഹം ഒരു സാമ്പത്തിക പദ്ധതി നിർദ്ദേശിച്ചു. സമൃദ്ധിയുടെ കാലത്ത് സംഭരിക്കുക. ഇത് വെറും വ്യാഖ്യാനമല്ല, ഒരു ദേശീയ രക്ഷാ പദ്ധതിയായിരുന്നു. രാജാവ് അദ്ദേഹത്തെ പുറത്തിറക്കാൻ തീരുമാനിച്ചു. പക്ഷേ യൂസുഫ് നബി പറഞ്ഞു, എന്നെ ജയിലിലാക്കിയ ആ സ്ത്രീയുടെ കാര്യം അന്വേഷിക്കട്ടെ. അദ്ദേഹം തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പുറത്തു വരാൻ തയ്യാറായില്ല. സത്യം പുറത്തു വന്നു. അസീസിന്റെ ഭാര്യ സമ്മതിച്ചു, താനാണ് തെറ്റ് ചെയ്തതെന്ന്. ഇതാണ് സത്യം, ഞാൻ തന്നെയാണ് അവനെ പ്രലോഭിപ്പിച്ചത്. ഇവിടെ നമ്മൾ കാണുന്നത് അനീതിയിൽ പോലും വിശ്വാസം, ജയിലിലെ ദൗത്യ കേന്ദ്രം, ദൈവിക സമയം, മാന്യതയ്ക്ക് മുൻഗണന. യൂസുഫ് നബി ജയിൽ ഒരു അവസരമാക്കി മാറ്റി. ജയിൽ ചുമരുകൾ തകർന്നില്ല, പക്ഷെ അവന്റെ മാന്യത തെളിഞ്ഞു. ഇപ്പോൾ കിണറ്റിലെ കുഞ്ഞ്, ജയിലിലെ തടവുകാരൻ, പിന്നീട് അത് രാജധാനിയിലെ വാതിലിൽ നിൽക്കുകയാണ്. കിണറ്റിൽ തള്ളപ്പെട്ട ഒരു കുഞ്ഞ് ഇന്ന് ഈ രാജ്യത്തിന്റെ ഭാവി കയ്യിൽ പിടിക്കുന്നു. അവനെ വിറ്റവർ അറിഞ്ഞില്ല അവൻ ഒരു ദിവസം അവരുടെ രക്ഷകനാകുമെന്ന്. രാജാവ് യോസഫിന്റെ ജ്ഞാനം തിരിച്ചറിഞ്ഞു. യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, രാജ്യത്തിന്റെ ഭരണഘടനയുടെ മേൽ എന്നെ നിയമിക്കൂ. ഞാൻ വിശ്വസ്തനും അറിവുള്ളവനുമാണ്. അദ്ദേഹത്തെ രാജ്യത്തിന്റെ ധനകാര്യ ചുമതലയിലേക്ക് നിയമിച്ചു. ഇത് വെറും ഒരു പദ്ധതിയല്ല, ഒരു ദൗത്യത്തിന്റെ തുടക്കമായിരുന്നു. രാജ്യം സമൃദ്ധിയിൽ മുങ്ങി. യൂസഫ് നിർദ്ദേശിച്ചു, അധിക വിളവ് സംഭരിക്കുക, പാഴാക്കരുത്, ഭാവിയെ ചിന്തിക്കുക. ഇത് ദൈവിക ജ്ഞാനവും ഭരണ നൈപുണ്യവും ചേർന്ന മാതൃക. ശേഷം ക്ഷാമം തുടങ്ങി. വിളകൾ വറ്റി, ജനങ്ങൾ ദുരിതത്തിലായി. പക്ഷെ ഈജിപ്ത് സുരക്ഷിതമായി. കാരണം തയ്യാറെടുപ്പ്. ഇപ്പോൾ അയൽ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ധാന്യം തേടി ഈജിപ്തിലെത്തിയിരിക്കുന്നു. ക്ഷാമം കനാനിലും എത്തി. യോസഫിന്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് ധാന്യം വാങ്ങാൻ വന്നു. അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല, പക്ഷെ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. ചിന്തിക്കൂ, കിണറ്റിൽ തള്ളിയവർ ഇന്ന് അവന്റെ മുന്നിൽ സഹായം തേടി നിൽക്കുന്നു. ഇത് പ്രതികാരത്തിനുള്ള അവസരമോ അല്ല, ഇത് പരീക്ഷണത്തിന്റെ അവസാന ഘട്ടം. അദ്ദേഹം ഉടൻ സ്വയം വെളിപ്പെടുത്തിയില്ല. അവരുടെ മനസ്സു മാറിയോ എന്ന് പരിശോധിക്കാൻ ഒരു പദ്ധതിയുമായി മുന്നോട്ടു പോയി. അവരുടെ സഹോദരനായ ബിന്യാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവരുടെ ഹൃദയം ഇപ്പോഴും കഠിനമാണ്, അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ? കനാനിൽ പിതാവ് യാക്കൂബ് അലൈഹിസ്സലാം ഇപ്പോ വരെ യോസഫിന്റെ വേർപാടിൽ കരയുകയാണ്. ഖുർആൻ പറയുന്നു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദുഃഖത്തിന്റെ വെളുത്തുപോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ദുഃഖം അള്ളാഹുവിനോട് പരാതിപ്പെടുന്നു എന്നത് സബറിന്റെ പരമാവധി. അവസാനം യൂസഫ് അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, യൂസഫിനോടും അവന്റെ സഹോദരനോടും നിങ്ങൾ എന്തു ചെയ്തു? അവർ ഞെട്ടി. നീ യോസഫ് ആണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ യോസഫ് ആണ്, ഇതെന്റെ സഹോദരൻ. ഇപ്പോൾ അദ്ദേഹത്തിന് പക വീട്ടാൻ അധികാരമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കുമേൽ കുറ്റമില്ല, അല്ലാഹു നിങ്ങളെ ക്ഷമിക്കട്ടെ. ഇത് മനുഷ്യചരിത്രത്തിലെ മികച്ച ക്ഷമകളുടെ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അവസാനം കുടുംബം ഈജിപ്തിലേക്ക് വന്നു. മാതാപിതാക്കൾ അദ്ദേഹത്തെ ആദരിച്ചു, സഹോദരന്മാരും ആദരിച്ചു. ബാല്യത്തിലെ സ്വപ്നം ഇപ്പോൾ പൂർത്തിയായി. 11 നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, എല്ലാം സാഷ്ടാംഗം. യോസഫ് നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമ്മോട് പഠിപ്പിക്കുന്നത്, പരീക്ഷണം ഉയർച്ചയുടെ വഴി, അസൂയ നാശം, വിശ്വാസം രക്ഷ, ക്ഷമ വിജയം, ദൈവിക പദ്ധതി എപ്പോഴും മികച്ചതാണ്. കിണറ്റിലെ ഇരുട്ടിൽ നിന്നും രാജധാനിയുടെ പ്രകാശത്തിലേക്ക് അവനെ വിറ്റവർ അവന്റെ മുന്നിൽ തലകുനിച്ചു. അവൻ പ്രതികാരം ചെയ്തില്ല, അവൻ ക്ഷമിച്ചു. അതാണ് ഒരു പ്രവാചകന്റെ മഹത്വം.